കേരള സ്റ്റോറി പാർട്ട് 2 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ഭാഗം, ആ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗം എല്ലാവരും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഇപ്പം എന്റെ ഫോളോവർ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാത്ത ആൾക്കാരായിരിക്കാം, നിങ്ങൾ ആ വീഡിയോയിൽ, നിങ്ങൾ ആ ട്രെയിലറിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് കഴിക്കാൻ താല്പര്യമില്ലാത്ത ഭക്ഷണം കുത്തിക്കയറ്റി കൊടുക്കുന്ന ആൾക്കാരാണ് മലയാളികൾ, ബീഫ് അങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് തന്നെ അൺഫോളോ ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ഫോളോവർ അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങളെപ്പോലുള്ളവർ എനിക്ക് വേണം എന്നില്ല. കാരണം നമ്മുടെ നാടിനെ ഇത്രത്തോളം ഇത് കാണിക്കുന്ന ഒരു പ്രൊപ്പഗണ്ട പടം ഇറക്കിയിട്ട് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും കാഴ്ചപ്പാടുകളുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ശുദ്ധ തെമ്മാടിത്തരങ്ങൾ പടച്ചിടുമ്പോൾ അതിനും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ മീ ആസ് എ പേഴ്സൺ. ഓക്കെ, ഇതൊരു പാർട്ടിയിൽ നിന്നൊന്നുമല്ല. അപ്പം എൻ്റെ അടുത്ത ക്വസ്റ്റൻ വെച്ചാൽ സെൻസർ ബോർഡാണ്. ഇപ്പം നമ്മുടെ മലയാള പടങ്ങളിൽ എന്തെങ്കിലും ഒരു പടത്തിൽ ഏതെങ്കിലും ഒരു പേര് വരുമ്പോൾ നമ്മൾക്കറിയാം ആ പേരെന്താന്നുള്ളതൊക്കെ, അത് സെൻസർ ബോർഡ് വിലക്കുന്നു. ഒരു ഹിന്ദു മുസ്ലിം കല്യാണം നടക്കുന്ന പടങ്ങൾക്ക് സെൻസർ ബോർഡിന്റെ കുറേ കട്ടുകൾ വരുന്നു. ഈ ഭക്ഷണം കഴിക്കുന്നതിന്, ബീഫ് കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ടതിന് സെൻസർ ബോർഡ് കട്ട് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന അവര് ഇതുപോലത്തെ ഒരു പ്രൊപ്പഗണ്ട പടമാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് കട്ട് ചെയ്യാത്തത്? എനിക്കറിയില്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റും പ്രതിപക്ഷത്തിനും ഇതിൽ എനിക്കറിയാം, അതും പോസിബിലിറ്റി അറിയില്ല. ലോ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. കാരണം സുപ്രീം കോടതിന് പോയിട്ട് സെൻസർ ബോർഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റിച്ചാൽ അത് നല്ലതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളത് ഓക്കെയാണ്. പക്ഷെ ഒരു നാടിനെ അതപ്പതിച്ച്, ഒരു നാടിനെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രൊപ്പഗണ്ട പടം ഇറക്കുമ്പോൾ അതിന് ഒരു കട്ടുമില്ലാണ്ട് ഇറക്കി വിടാൻ അവർ അനുമതി കൊടുക്കുക എന്നുള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും കേസ് കൊടുക്കാൻ പറ്റിച്ചാൽ അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വ്യക്തമായിട്ട് അറിയാൻ ഒരു പ്രൊപ്പഗണ്ടയാണെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഓസ്കാറിന് മീൻസ് നമ്മുടെ നാഷണൽ അവാർഡ് എങ്ങോട്ടും പോകണ്ട, വീണ്ടും ഒരു നാഷണൽ അവാർഡ് ഇവർക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.